ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ പോണേഴ്സ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പ. ഞാൻ പ്രൊഫഷണലി ഒരു ന്യൂനേറ്റൽ നഴ്സാണ്. വർക്ക് ചെയ്യുന്നത് UK-ലാണ്. ഇപ്പം നാട്ടിലുണ്ട്. ബേബീൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ട്. ബേബിക്ക് ഇപ്പോൾ 1 മന്തായി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് മൈൽ സ്റ്റോൺസ് ഓഫ് എ 1 month ഓൾഡ് ബേബി. നമുക്ക് മൈൽ സ്റ്റോൺസ് എന്നാന്ന് നോക്കാം. മൈൽ സ്റ്റോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബേബി പ്രോപ്പർ വളർച്ചയിലൂടെയാണ് പോകുന്നത് എന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് 1 month ഓൾഡ് ബേബീൻ്റെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് കാണാം. അത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, സ്മെല്ല്, ടച്ച്, വിഷ്വൽ, അതുപോലെ തന്നെ ഹിയറിങ്. ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ എന്തൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ കൺസേൺ ആയിട്ട് ഡോക്ടറിനെ കാണേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ഈ 1 month ഓൾഡ് ബേബിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്താൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബേബിയാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുമായിട്ട് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ബ്രിങ് ഹാൻഡ്സ് ക്ലോസ് ടു ഐസ് ആൻഡ് മൗത്ത്. അതായത് ബേബീൻ്റെ 2 ഹാൻഡ്സും കണ്ണും മൗത്തും വരെ അവർക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ജനിക്കുമ്പോഴേ ഉള്ളതാണ്. പക്ഷേ 1 month ആകുമ്പോഴത്തേനും അവർ ഇത്തിരി നന്നായിട്ട് അവർക്ക് മൗത്തിലും ഐസൊക്കെ വന്ന് ടച്ച് ചെയ്യാനൊക്കെ സാധിക്കും. രണ്ടാമത്തേത് ടേൺ ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്. ബേബി നേരെ കിടക്കുമ്പോൾ 2 സൈഡിലേക്കും ബേബീൻ്റെ ഹെഡ് ടേൺ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേത് ഹെഡ് ടിൽറ്റ് ബാക്ക്വേർഡ് വിത്തൗട്ട് സപ്പോർട്ട്. അതായത് നമ്മളിപ്പം ബേബീനെ നമ്മൾ പറയില്ല എപ്പോഴും ബേബിക്ക് നെക്കിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം എടുക്കാമെന്ന്. അപ്പം നമ്മളങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തില്ല, ബേബീൻ്റെ ഹെഡ് ബേബീൻ്റെ നെക്ക് ബാക്കിലേക്ക് പോകും. അടുത്തത് വെച്ചിട്ടുണ്ട് ക്ലഞ്ച് ഹാൻഡ്സ് ടു ഫോം എ ടൈറ്റ് ഫിസ്റ്റ്. അറിയാമല്ലോ, ബേബി അത് ജനിക്കുമ്പോഴേ അവർക്കുണ്ട്. പക്ഷേ 1 month ഒക്കെ ആകുമ്പോൾ തന്നെ അവരത് ലൂസൻ ചെയ്യും. നമ്മൾ എന്നിട്ട് ഫിംഗേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരത് ടൈറ്റായിട്ട് പിടിക്കും. അറിയാമല്ലോ അതാ. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ റൂട്ടഡ് റിഫ്ലെക്സ്. അതായത് നമ്മളിപ്പോൾ ബേബീൻ്റെ മൗത്ത് ചീക്കിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ വിരലിങ്ങനെ ഓടിക്കുവാണെങ്കിൽ അവർ ആ ഭാഗത്തേക്ക് ടേൺ ചെയ്തിട്ട് സക്ക് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ടച്ച് ആൻഡ് സ്മെൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മെല്ലിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബേബിക്ക് ഓരോ ബേബിക്ക് അവരവരുടെ അമ്മമാരുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഓരോ മിൽക്കും ഏതാണെന്നുള്ളത്. ആക്ച്വലി അവർ നമ്മുടെ മദറിൻ്റെ വൂമ്പിലായിരിക്കുമ്പോൾ, അതായത് യൂട്രസിലായിരിക്കുന്ന സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഈ ഒരു ചെറിയ സ്മെല്ലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ജനിച്ചു വരുന്ന പാടെ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്യും. ബ്രസ്റ്റ് മിൽക്ക് വരുമ്പം അവർക്ക് ആ ഒരു സ്മെല്ലുമായിട്ട് കണക്റ്റഡായിട്ട് മിൽക്ക് കുടിക്കാനായിട്ട് സാധിക്കും. ബോണ്ടിങ് എളുപ്പമായിരിക്കും എന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വീറ്റായിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടം. അസിഡിക്കും ഇത്തിരി ബിറ്ററായിട്ടുള്ള ടേസ്റ്റ് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ളതാണ് ടച്ചിൻ്റെ കാര്യത്തിൽ അവർക്ക് സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ടുള്ള ടച്ചാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഹിയറിങ് ആൻഡ് വിഷ്വൽ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹിയറിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് പേരൻസിൻ്റെ വോയിസും ടോണും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ്സ് ക്ലാപ്പ് ചെയ്യുവാണെങ്കിൽ അവർ ഐസ് ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സോങ്സൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. സോങ്സും റൈംസും ഒക്കെ കേട്ടോ. പിന്നെ അതുപോലെ സൗണ്ട് ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതിനനുസരിച്ച് അവർ ഹെഡ് ടേൺ ചെയ്യാൻ അവർക്ക് സാധിക്കും. നമുക്ക് വിഷ്വലി അവർക്ക് എങ്ങനെയാണ് അവരുടെ മൈൽ സ്റ്റോൺ നോക്കാം. അവർക്ക് ഓൾമോസ്റ്റ് 12 meter ഡിസ്റ്റൻസിനുള്ള ഒബ്ജക്റ്റ് വരെ കാണാൻ പറ്റും. ക്ലോസ് ഒബ്ജക്റ്റാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ അവർ പ്രിഫർ ചെയ്യുന്ന കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസും അതുപോലെ ഷാർപ്പ് കോൺട്രാസ്റ്റഡ് ഇമേജസും ആയിരിക്കും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസേൺ ആണെന്ന് നോക്കണം. ഒന്നാമതായിട്ട് അവരുടെ സക്കിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പീഡിയാട്രീഷ്യനെ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ സക്കിങ് ഒക്കെ ആദ്യമേ ഉള്ളതാണല്ലോ. അപ്പോൾ സക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യണം. അതുപോലെ അൺറെസ്പോൺസീവ് ടു ലൗഡ് നോയിസ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ്. അതായത് ബ്രൈറ്റ് ലൈറ്റിൽ കണ്ണിനൊരു വ്യത്യാസമില്ലെന്ന് തോന്നുവാണ്, കാഴ്ചയ്ക്കൊരു വ്യത്യാസമില്ലെന്ന് തോന്നുവാണ്. അതുപോലെ തന്നെ ലൗഡ് നോയിസുമായിട്ട് ബേബി റിയാക്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് നമ്മൾ കൺസേൺ ആവേണ്ട ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ബേബീസിന്
ഈ മസിൽസിൻ്റെ കാര്യം, അതായത് ഫ്ലോപ്പി ആയിട്ടല്ലേ ബോത്ത് ലിംസ്, അതായത് കൈയും കാലും ഫ്ലോപ്പി ആയിട്ട്, അതായത് സ്ട്രെങ്ത് ഇല്ലാതെ ഇങ്ങനെ കിടക്കുവാണ്, അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റിഫായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ എക്സ്ട്രീം സ്റ്റിഫോട്ടോ, കാരണം ബേബീസിന് ഒത്തിരി സ്റ്റിഫ്നെസ് അവർ കാണിക്കും. അതല്ല നമുക്കൊരു വിധത്തിലും ഹാൻഡൊന്നും ഇങ്ങനെ നോർമലി ആക്കിയെടുക്കാൻ പറ്റുന്നില്ല, എക്സ്ട്രീം സ്റ്റിഫാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട, ഒന്ന് കൺസേൺ ആയിട്ട് ഡോക്ടറിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിലും നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ്. ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് 1 മന്ത് ആകുമ്പോഴത്തേനും എല്ലാം അറ്റൈൻ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു വൺ വീക്ക് 2 വീക്സ് ഒക്കെ കഴിഞ്ഞാണേലും ചില ബേബീസിന് കുറച്ചൊന്ന് ഡിലേ ആകും, പിന്നെ പ്രീമച്വർ ബേബീസിന് അതിൽ കൂടുതൽ ഡിലേ ആകും. അതായത് നമുക്ക് ഈ 1 മന്ത് ഓൾഡ് ബേബിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അവരെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കാൻ നമുക്ക് നോക്കാം. ആദ്യത്തേത് അവരുമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങും, അതായത് ഒരുപാട് പുറത്ത് പോകുമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുക, ഒരു നല്ല ശുദ്ധമായ വായുവും ആ ഒരു ലൈറ്റും ഒക്കെ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളായിട്ട് ഇവരെ ഒന്ന് എപ്പോഴും നമ്മളൊരു ഒബ്സർവ് ചെയ്യണം, എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. എന്നാലും ഇവരുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് സംസാരിപ്പിക്കുക. അവരുടെ വോയിസും ആ ഒരു ടച്ചും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അതൊക്കെ ഇവർ ശരിക്കും എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ വോയിസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ നമ്മുടെ ബേബീസ് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ സെയിം വോയിസ് ഒന്ന് മിമിക് ചെയ്യും, അതുപോലെ തന്നെ ഉണ്ടാക്കും. അത് അവർ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസൊക്കെ നമുക്ക് കാർഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആ കാർഡൊക്കെ നമുക്ക് ബേബീനെ ഇങ്ങനെ അടുത്ത് കാണിക്കുന്ന ഒരുപാട് നല്ല, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ അതൊരുപാട് ഉപകരിക്കും കേട്ടോ. അടുത്തായിട്ട് പറയാനുള്ളത് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അവരോട് പാട്ട് പാടിക്കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ്സൊക്കെ ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ ചെയ്യും. അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർ ശരിക്കും അത് എൻജോയ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.